പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ പ്രതിയായ ഇന്ത്യൻ രത്ന വ്യാപാരി മെഹുൽ ചോക്സി അറസ്റ്റിൽ. ബെൽജിയത്തിൽ നിന്നാണ് ചോക്സിയെ അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേർന്നു. ആന്റണി, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 13,500 കോടി രൂപയാണ് വായ്പയായി ഈ രത്നവ്യാപാരിയായ മെഹുൽ ചോക്സി എടുത്തത്. വ്യാജരേഖകൾ അടക്കം ചമച്ചാണ് അത്തരത്തിൽ ആ തട്ടിപ്പ് നടത്തിയതെന്നുള്ളതാണ് പ്രധാനമായും ഉള്ള കേസ് എന്ന് പറയുന്നത്. ഈ വായ്പ തട്ടിയ ശേഷം ഇയാൾ രാജ്യം വിടുകയാണ് ചെയ്തത്. പിന്നീട് 2018-ലും 2021-ലും ഇയാൾക്കായി മുംബൈ കോടതി അറസ്റ്റ് ഏറ്റവും നിർണായകമായ ഒരു അറസ്റ്റാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത്. കാരണം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 13,500 കോടി രൂപയാണ് ഈ മെഹുൽ ചോക്സി തട്ടിയതെന്നാണ് കേസ്. ഈ പൈസ തട്ടിയ ശേഷം ഇയാൾ രാജ്യം വിട്ട് പോവുകയാണ് ചെയ്തത്. പിന്നീട് ഇയാൾ ബെൽജിയത്തിൽ താമസിക്കുകയായിരുന്നു. ഈ മെഹുൽ ചോക്സിയും ഭാര്യയും ഈ ബെൽജിയത്തിലെ ആന്റ്വെർപ്പ് എന്ന സ്ഥലത്ത് ഉണ്ട് എന്നുള്ളത് നേരത്തെ പുറത്തു വന്നിരുന്നു. അങ്ങനെ രാജ്യാന്തര ഏജൻസികൾ ആവശ്യപ്പെട്ടതനുസരിച്ച്, CBI അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇപ്പോൾ ബെൽജിയം പോലീസ് ഈ മെഹുൽ ചോക്സിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശനിയാഴ്ചയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ ഉടൻ തന്നെ ഇന്ത്യക്ക് കൈമാറും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് വ്യാജ രേഖകളടക്കം ചമച്ചാണ് 13,500 കോടി രൂപ ഈ ചോക്സി തട്ടിയെടുത്തത്. രത്നവ്യാപാരിയാണ് ചോക്സി. പക്ഷേ ഇയാൾ പിന്നീട് രാജ്യം വിടുകയാണ് ചെയ്തത്. പിന്നീട് ആ പൈസ തിരികെ കിട്ടുന്നതിലടക്കം വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടായി. അതിന് ശേഷമാണ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടുള്ളത്. ഉടൻ തന്നെ ഇയാളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ വായ്പാ തട്ടിപ്പ് കേസിൽ ഇന്ത്യ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന നീരവ് മോദിയുടെ അമ്മാവൻ കൂടിയാണ് ഇയാൾ. ഏതായാലും അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നു. മെഹുൽ ചോക്സിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ബെൽജിയത്തിൽ നിന്നാണ് മെഹുൽ ചോക്സിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉടൻ തന്നെ ചോക്സിയെ ഇന്ത്യക്ക് കൈമാറും.